ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വേദഭാഗം എടുത്ത് വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ്. 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ദയവായി ആരെങ്കിലും ഒരാൾ വായിച്ചാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥരായ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹീതമായ ദൈവവചനം തന്റെ ദാസന്മാരിലൂടെ കേൾക്കുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ ചെയ്തല്ലോ. ഇന്ന് രാത്രിയിലും വായിച്ചതായ ഈ ദൈവവചനത്തിൽ നിന്ന് കർത്താവെ ചിന്തിക്കുവാനും ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലാവസ്ഥയിൽ നെറ്റിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കരങ്ങൾ തരുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസ്യർക്ക് എഴുതിയതായ ലേഖന ഭാഗത്തു നിന്നാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായി നാം ഒരു വേദഭാഗം വായിച്ചു കേട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ വായിച്ചു കേട്ടത്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എഫേസ്യ ലേഖനത്തിൽ 6 അധ്യായങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. ഓരോ അധ്യായങ്ങളിലും പലവിധ വിഷയങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓർപ്പിച്ച ശേഷം ഈ അധ്യായത്തിന്റെ അവസാന ഭാഗമായപ്പോൾ വിശ്വാസികളോട്, എഫേസ്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം ആരോടല്ല എന്നും ആരോടാണ് എന്നുമാണ് ഈ വേദഭാഗത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അപ്പോ ദൈവമക്കൾ ആയിരിക്കുന്നത് ഒരു പോർക്കളത്തിലാണ് എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. കളിക്കളത്തിലല്ല, പിന്നെ പോർക്കളത്തിലാണ് ദൈവമക്കളായിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളുടെ യുദ്ധം, ദൈവമക്കളുടെ പോരാട്ടം അത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതായ മനുഷ്യരോടല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കൊരു മനുഷ്യരോടും പോരാട്ടമില്ല. എന്നാൽ നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം സാത്താനോടാണ് എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ, ഈ യുദ്ധത്തിൽ ദൈവമക്കൾ പരാജയപ്പെടുവാനിടയാകരുത്. ദൈവമക്കൾ ജയാളികളായി തീരുവാനിടയാകരുത്. അതാണ് ഈ വാക്യത്തില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മെ തോൽപ്പിക്കുവാനായിട്ട്, നമ്മോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ആ തന്ത്രങ്ങൾ മനസ്സിലാക്കി നാം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സാത്താനോടുള്ള പോരാട്ടത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയുള്ളൂ? ജയം പ്രാപിപ്പാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് രാത്രി ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം, ദൈവജനം സാത്താനോടുള്ളതായ പോരാട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില വിഷയങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അപ്പൊ സാത്താനോടുള്ള ബന്ധത്തിൽ, അവനോടുള്ള യുദ്ധത്തിൽ നാം ജയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ആദ്യം ഞാനൊന്ന് ഓർപ്പിച്ച ശേഷം നമ്മുടെ സമയപരിധിക്കുള്ളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അല്പമായി വിശദീകരിക്കുകയും ചെയ്യാം. നാം അറിയേണ്ടതായ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. സാത്താനോടുള്ള യുദ്ധത്തിൽ നാം ജയം പ്രാപിക്കുവാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് രാത്രി അല്പാൽപ കാര്യങ്ങൾ നാം ചിന്തിപ്പാൻ പോകുന്നത്. ഒന്നാമതായിട്ട് അറിയേണ്ടതായ കാര്യം, നമ്മുടെ രാജാവാകുന്ന കർത്താവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. 2, നമ്മുടെ ശത്രുവായിരിക്കുന്ന സാത്താനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഞാനിങ്ങനെ അടുക്കടുക്കായിട്ട് പറയുന്നത് അത് നോട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെയും ഒരു അറിവിന് വേണ്ടിയാണ്. അപ്പൊ നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. 2, നമ്മുടെ ശത്രുവായിരിക്കുന്ന സാത്താനെ കുറിക്കുന്ന ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. 3, നമ്മെ പറ്റിയും ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. നമ്മളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വിഷയം ഏതാണ്ട് ഒന്ന് പൂർത്തിയാക്കണമെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ എടുക്കും. എന്നാൽ നമ്മുടെ സമയപരിധിക്കുള്ളിൽ അത് പ്രസ്താവിക്കണമല്ലോ. അപ്പം ഈ ഒരുപാട് നെല്ലുണ്ടെങ്കിൽ പരമ്പ് ഒത്തിരി നിവർക്കേണ്ട ആവശ്യമുള്ളല്ലോ, അല്ലേ? അല്ലെങ്കിൽ അതനുസരിച്ച് പരമ്പ് നിവർത്തിയാൽ മതി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് മടങ്ങി വരാം. ഒന്നാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, നമ്മുടെ രാജാവായിരിക്കുന്ന കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് രാജാവായിട്ട് ജനിച്ചവനാണ് കേട്ടോ. രാജാവായിട്ട് ജനിച്ചവനാണ്. ലോകത്തിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരാരും രാജാവായിട്ട് ജനിച്ചവരല്ല. അവർ ജനിച്ച ശേഷം പിന്നീട് രാജാവായി തീർന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് രാജാവായിട്ടാണ് ജനിച്ചത് തന്നെ. എന്താ അതിന്റെ തെളിവ്? യേശു ജനിച്ചെന്ന് മനസ്സിലാക്കി നക്ഷത്രം കണ്ട്
കിഴക്ക് നിന്ന് യാത്ര ചെയ്ത വിദ്വാൻമാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചവൻ എവിടെയെന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? നമ്മുടെ കർത്താവ് ജനിച്ചത് തന്നെ ആരായിട്ടാണ്? രാജാവായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നല്ല അറിവുണ്ട്, നമ്മുടെ കർത്താവ് രാജാതിരാജാവാണ്. അവൻ ഭരണം നടത്തുവാൻ താമസമിന വരും. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ രാജാവിനെ കുറിച്ചുള്ളതായ അറിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുവിടാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? നമ്മുടെ രാജാവായിരിക്കുന്ന കർത്താവിനെ സംബന്ധിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? നാം അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ കർത്താവായിരിക്കുന്ന രാജാവ് സർവവ്യാപിയാണെന്നുള്ളൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് ആരാണ്? രാജാവാണ്. അവൻ സർവവ്യാപിയാണെന്നുള്ള നല്ല അറിവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ വിഷയം മറക്കരുത് കേട്ടോ. ആ വിഷയം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചിന്തിപ്പാൻ. വിഷയം ഇതാണ്: സാത്താനോടുള്ളതായിരിക്കുന്ന യുദ്ധത്തിൽ നാം ജയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? അതാണ് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് രാജാവാണെങ്കിൽ നമ്മുടെ കർത്താവ് അവൻ സർവവ്യാപിയാണ് എന്നുള്ളൊരറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മുടെ കർത്താവിനൊരു രാജ്യമുണ്ട് എന്നുള്ള മറ്റൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. രാജാവിനൊരു രാജ്യം വേണമല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവിന് ഒരു രാജ്യമുണ്ട് എന്നുള്ള ഒരറിവുണ്ടായിരിക്കണം. ആ രാജ്യത്തെ സംബന്ധിച്ചാണ് കർത്താവ് പ്രസംഗിക്കാൻ തക്കവണ്ണം ആരംഭിച്ചത്, അല്ലേ? കർത്താവ് തന്നെ വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് കർത്താവും അതിനു മുമ്പേ വെളിപ്പെട്ടതായ യോഹന്നാൻ സ്നാപകനൊക്കെ വിളിച്ചു പറയുവാനായിട്ടിടയായി. അപ്പോൾ നമ്മുടെ യേശു സർവവ്യാപിയാണെന്നുള്ളൊരു അറിവ് വേണം. നമ്മുടെ കർത്താവിന് ഒരു രാജ്യമുണ്ട് എന്നുള്ള അറിവ് വേണം. അടുത്തതായിട്ട് കർത്താവിനെ കുറിക്കുന്ന മറ്റൊരറിവ്, കർത്താവിന് ഒരു ഭരണസമിതി ഉണ്ട് എന്നുള്ളതായ അറിവ് നമുക്ക് വേണം. എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണത്തിനായി ഒരു സമിതി കർത്താവിനുണ്ട് എന്നുള്ളൊരു അറിവ് നമുക്ക് വേണം. അത് രണ്ട് ഭാഗങ്ങളിലാണ് ആ ഭരണസമിതി നിലകൊള്ളുന്നത്. ഒന്ന്, സ്വർഗത്തിൽ ആരൊക്കെയാണ്? പ്രധാന ദൂതന്മാർ അവിടെയുണ്ട്, കെരൂബുകൾ അവിടെയുണ്ട്, സാറാപ്പുകൾ അവിടെയുണ്ട്. എല്ലാം ദൂതവർഗത്തിൽപ്പെട്ടവരാണ്. അവരെയൊക്കെയാണ് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഭരണ സംവിധാനത്തിന് വേണ്ടി ഭരണം നടത്തുവാനായിട്ട് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. അവരൊക്കെയാണ് എവിടെ? സ്വർഗത്തിൽ, ദൂത സഞ്ചയങ്ങളുടെ കൂട്ടത്തിൽ. ഇനി ഭൂമിയിലേക്കൊന്ന് നോക്കാം. ഭൂമിയിലേക്ക് നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ കേന്ദ്രമായിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഭരണസമിതിയെ കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റാരുമല്ല, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ഒന്നാമത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഈ ശുശ്രൂഷക വൃന്ദങ്ങളെയാണ് ഭൂമിയിൽ ദൈവം സഭയോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഭരണകർത്താക്കളായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമാണ് ഈ ശുശ്രൂഷക വൃന്ദത്തെ തെരഞ്ഞെടുത്ത് ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ദൈവവചനത്തിൽ കൂടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ്
മുൻപോട്ട് നമുക്ക് പോകാം. അടുത്തതായിട്ട് നമ്മുടെ രാജാവിനെ കുറിക്കുന്നതായ മറ്റൊരു അറിവ് എന്താണെന്നറിയാമോ? അത് പ്രധാനപ്പെട്ട ചില കാര്യമാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന രാജാവിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ കർത്താവിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങളെന്നറിയാമോ? ഒന്ന്, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ലക്ഷ്യമാണ്. ആദാം മുഖാന്തരം മാനവരാശി മുഴുവനും പാപത്തിന് അടിമപ്പെട്ട് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവരാജ്യത്തിന് അന്യരായി തീർന്നപ്പോൾ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ പിതാവായിരിക്കുന്ന ദൈവം ചെയ്തതായ കാര്യം എന്താന്ന് നമുക്കറിയാം. അത് മറ്റൊന്നുമല്ല, തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശിന്മേൽ യാഗമാക്കി തീർത്ത് അവന്റെ രക്തം, അവന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുവാനായിട്ടിടയായി. പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ചെയ്യാവുന്നതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ദൈവം ചെയ്തതെന്ന് നമ്മൾ ഇന്ന് രാത്രി അറിഞ്ഞിരിക്കണം കേട്ടോ. ദൈവം ചെയ്ത കാര്യം ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കുവാനായിട്ടിടയായി. ആ യേശുവിന്റെ രക്തത്താലാണ് നമ്മെ കർത്താവ് വീണ്ടെടുത്തത്. പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതായ ഒരു കാര്യം മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമാണ്. അടുത്തതായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുക എന്നുള്ളതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയാമോ? പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചു കളയുവാൻ വേണ്ടിയാണ്. സാത്താന്യ കെട്ടുകളാൽ മനുഷ്യനെ ബന്ധിച്ച് പാപത്തിന്റെ അടിമകളാക്കി നിത്യം മരണത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് പിശാച് പരിശ്രമിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? പിശാചിന്റെ കെട്ടുകളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു കളയണമെന്നാണ് നമ്മുടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ ഉദ്ദേശത്തിൽ 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവ മക്കളായി തീർന്നിരിക്കുകയാൽ ക്രിസ്തു എന്ന തലയോളം നാം എന്ത് ചെയ്യണം? വളർന്നു വരേണം എന്നാണ് കർത്താവിന്റെ ഉദ്ദേശം. അപ്പൊ ഈ അറിവുകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കാരണം സാത്താനോട് യുദ്ധം ചെയ്ത് നാം ജയിക്കേണ്ടവരാണ്. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ എന്നും രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലാണെന്നും പറഞ്ഞ് പൈതങ്ങളായിട്ടിരിക്കുവാനല്ല, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിപ്പാനിടയാകുകയാണ്. ഒരു കുഞ്ഞ് മാതാപിതാക്കൾക്കുണ്ടായാൽ ആ മാതാവിന്റെയും പിതാവിന്റെയും ആഗ്രഹം എന്തെന്നറിയാമോ? ആ കുഞ്ഞ് വളർന്നു വലുതാകണം. ഞാൻ 1-ാം ക്ലാസ്സിലാണോ 2-ാം ക്ലാസ്സിലാണോ പഠിക്കുമ്പോൾ മലയാള പാഠപുസ്തകത്തിൽ ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠത്തിന്റെ തീം ഇതാണ്: അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? അച്ഛനോളം വലുതാകണം. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. അപ്പോൾ ഒരു പിതാവ്, ഒരു മാതാവ് ആഗ്രഹിക്കുന്നത് അവർക്കുണ്ടാകുന്ന കുഞ്ഞ് വളരണമെന്നാണെങ്കിൽ നമ്മുടെ കർത്താവും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നും ജനിച്ച അവസ്ഥയിൽ ഇരിക്കുവാനല്ല, ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ടിടയാകണം.
അതാണ് കർത്താവിന്റെ ഉദ്ദേശം. അപ്പോൾ രാജാവിനെ പറ്റിയുള്ള അറിവാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മുടെ കർത്താവിന്റെ യുദ്ധമുറകൾ നമ്മൾ അറിയണം. നമ്മുടെ കർത്താവാകുന്ന രാജാവിന് ചില യുദ്ധമുറകളുണ്ട്. അത് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചാൽ മതി. ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആയുധം അത് ജഡീകമല്ല, പിന്നെയോ അത് തികച്ചും ആത്മീയമായിരിക്കണമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന് യുദ്ധമുറകളുണ്ട് കേട്ടോ. അത് മൃഗീയമായിട്ടുള്ളതോ ഈ ലോകപ്രകാരമുള്ളതോ ജഡീകമായിരിക്കുന്നതോ അല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പിശാചിനോട് പോരാടി നാം അവനെ ജയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ രാജാവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പല അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം അവനോട് യുദ്ധം ചെയ്യുവാൻ. അതിന്റെ അവസാന ഭാഗത്താണ് ഞാൻ ഇത് ഓർപ്പിച്ചത്. നമ്മുടെ കർത്താവിന് ചില യുദ്ധമുറകളുണ്ട്. ആ യുദ്ധമുറകൾ എന്ന് പറഞ്ഞാൽ അത് ജഡീകമല്ല, അത് മൃഗീയമല്ല, അത് ലോകപ്രകാരമുള്ളതല്ല, പിന്നെയോ അതെല്ലാം ആത്മീയമാണ്. ആത്മീയ ആയുധങ്ങളാണ് നാം ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിന്റെ താഴെ ഭാഗത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം, അത് നീതി എന്ന കവചം, അരയ്ക്ക് സത്യം കെട്ടണം, കാലിന് സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പിടണം, ആത്മാവിന്റെ വാള് പിടിക്കണം, അത് വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കണം. ഈ ആത്മീയ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിനോട് ആത്മീയ യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ യുദ്ധത്തിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂവെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. ജയിക്കുന്നവനാണ് അതേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പ്രതിഫലം വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ലോകത്തിൽ തോക്കുന്നവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റിനകത്ത് തോറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ദൈവസന്നിധിയിൽ വില പോകത്തില്ല കേട്ടോ. ജയാളികൾക്കാണ് പ്രതിഫലം വിഭാഗിച്ചു കൊടുക്കുന്നതെങ്കിൽ നാം സാത്താനെ ജയിക്കുന്നവരായിട്ട് വേണം ഈ ലോകത്തിൽ ജീവിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ. അപ്പോൾ പിശാചിനോടുള്ളതായിരിക്കുന്ന യുദ്ധത്തിൽ ജയം പ്രാപിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അറിവ് നമ്മുടെ രാജാവിനെ സംബന്ധിക്കുന്ന അറിവാണെന്ന് ഞാനൊന്ന് ഓർപ്പിച്ച് ഞാൻ അടുത്ത വിഷയത്തേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. എന്താണ്? നമ്മുടെ ശത്രുവാകുന്ന പിശാചിനെ കുറിച്ച് ചില അറിവുകൾ നമുക്കുണ്ടായിരിക്കണം. ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് പോരാടുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ ഈ അറിവുകളെല്ലാം, പല അറിവുകൾ ശേഖരിച്ചിട്ട് മാത്രമേ അവർ യുദ്ധത്തിന് വേണ്ടി ഒരുമ്പെടുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഏക ശത്രുവായിരിക്കുന്ന പിശാചിനോട് നാം യുദ്ധം ചെയ്ത് അവനെ ജയിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അറിവ് നമ്മുടെ രാജാവായിരിക്കുന്ന കർത്താവിനെ സംബന്ധിക്കുന്ന അറിവായിരിക്കണമെന്ന് ഞാൻ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചിനെ കുറിച്ചുള്ള ചില അറിവ്. അത് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. സാത്താനെ കുറിക്കുന്ന അറിവുകൾ. ഈ സാത്താനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ സർവശക്തനല്ലെങ്കിലും അവൻ ആരാണെന്നറിയാമോ? അവൻ ശക്തനാണെന്ന് ഓർത്തോണം കേട്ടോ. അവനോട് വെറുതെ കളിക്കരുതാരും. ചിലർക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പോ പിയായ എന്നൊക്കെ പറയുന്നത് കേൾക്കാം.
പിശാച്. അവൻ ശക്തനാണെന്നുള്ള അറിവുണ്ടായിരിക്കണം കേട്ടോ, ശക്തനാവൻ. അപ്പോൾ അവനെ കുറിക്കുന്നതായ അറിവ്, ഒന്നാമത്തെ അറിവെന്ന് പറഞ്ഞാൽ അവൻ ശക്തനാണെന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ അവൻ ശക്തനാണെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആത്മവ്യാപാരമാണ് നമ്മിലുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പിശാച് ശക്തനാണെങ്കിലും അവനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നമ്മിൽ, വിശ്വസിക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശക്തിയുടെ പ്രത്യേകത നമുക്കറിയാം. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള വ്യാപാര ശക്തിയാണത്. മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയാണത്. ആ ശക്തിക്ക് സകലത്തെയും സാധ്യമാക്കി തീർക്കുവാനുള്ള ശക്തിയുണ്ട്. ആ ശക്തിക്ക് രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുണ്ട്. തീർന്നിട്ടില്ല, ആ ശക്തിക്ക് അതേ സകലത്തെയും കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയും. മാത്രമല്ല, അവന് വേദപുസ്തകത്തിൽ പല പേരുകൾ കാണാനായിട്ട് കഴിയും. അവന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ആകാശത്തിന്റെ അധിപതി. ആകാശത്തിന്റെ അധിപതി. നമുക്കറിയാം, യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലും യെശയ്യാ പ്രവചനം 14-ാം അധ്യായം ഒക്കെ വായിച്ചു നോക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായി ദൈവത്തെ ആരാധിച്ച ദൂത സഞ്ചയമായിരുന്നു. അതിന്റെ ലീഡറായിരുന്നു ലൂസിഫർ. ഭൂമിയിൽ അവന് കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് അവൻ വസിക്കുകയും അവൻ ചിറകടിച്ചു പറന്ന് സ്വർഗത്തിൽ കയറി അത്യുന്നതനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരുന്നു സാത്താൻ. എന്നാൽ അവന്റെ ഹൃദയം നിഗളിച്ചത് മുഖാന്തരം അവനെ വെട്ടി ദൈവം താഴെയിട്ടത് കൊണ്ട് അവന്റെ വാസസ്ഥലം പ്രത്യേക ആകാശമണ്ഡലമായി തീരുവാനിടയായി. ആകാശമണ്ഡലമാണ് അവന്റെ വാസസ്ഥലം ഇന്ന്. അതുകൊണ്ടാണ് അവനെ അറിയപ്പെടുന്നത് ആകാശത്തിന്റെ അധിപതി. ആകാശത്തിന്റെ അധിപതി. പിന്നെ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേരാണ് ദുഷ്ടൻ. ദുഷ്ടൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാത്താന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് ദുഷ്ടൻ. അടുത്തൊരു പേരാണ് അപവാദി. അപവാദി. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപവാദി. അവൻ പറയുന്നത് മുഴുവൻ എങ്ങനെയുള്ള കാര്യമാണ്? അപവാദമാണ്. നേരും നെറിയുള്ളവനല്ല ആര്? പിശാച്. നമ്മളെ കുറിച്ചൊക്കെ ഓരോ അപവാദം പറയുന്നത് കേട്ടാലുണ്ടല്ലോ, നമ്മൾ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാവും വിളിച്ചു പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനുമാന്നാ പറഞ്ഞേ. വായെടുത്താൽ അവൻ നുണയെ പറയത്തുള്ളൂ. പിന്നൊരു കാര്യം ദൈവമക്കൾ ഓർക്കണം, ഇവൻ നേരിട്ട് വന്നല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ ലോകത്തിൽ പലരെയും അവന് അതിനു വേണ്ടി ഉപയോഗിക്കുക, അവരിൽ കൂടെ ഈ പ്രവൃത്തിയൊക്കെ അവൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഓർക്കും ഈ മനുഷ്യരാണ് നമ്മുടെ ശത്രുക്കളെന്ന്. അല്ല, അവരെല്ലാം വെറും പാവങ്ങളാണ് കേട്ടോ, വെറും പാവങ്ങളാ. പക്ഷെ അവരുടെ പുറകിലേക്ക് നോക്കിയാൽ ഒരു പിശാചിനെ അതിന്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ. ആരെങ്കിലും അപവാദം പറഞ്ഞാൽ ഉടനെ ഓർത്തോണം, അയ്യോ ആ പാവം അത്തെ കൊണ്ട് പിശാച് പറയിപ്പിക്കുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. അവരോട് നമ്മൾ പിണങ്ങിയിരിക്കുകയൊന്നും വേണ്ട, അവരോട് നമുക്ക് വാശിയൊന്നും വേണ്ട. അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന ചിന്ത നമുക്കുണ്ടായിരുന്നാൽ മതി. ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, സാത്താന് ഒരു ഭരണകൂടം ഉണ്ട് കേട്ടോ. സാത്താന് ഒരു രാജ്യമുണ്ട്, സാത്താന് ഒരു ഭരണകൂടമുണ്ട്. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ
അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. അപ്പൊ അവനൊരു ഭരണമുണ്ട്, അവനൊരു ഭരണകൂടമുണ്ട്, അവനൊരു രാജ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിലിരിക്കണം. അതുകൊണ്ടാണ് ദാനിയേലിന് മറുപടിയുമായിട്ട് വന്നതായിരിക്കുന്ന ദൂതനെ പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞെന്ന് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നില്ലേ? അപ്പോൾ അവന്റെ ഭരണകൂടത്തിൽ പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനാണെങ്കിൽ നമുക്കറിയണം അവനൊരു ഭരണകൂടം ഉണ്ട് എന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സഭാപരമായിട്ടുള്ള ബന്ധത്തിൽ ഞാനത് പറയുന്നത് എന്റെ ഭാവന പറയുക കേട്ടോ. നമ്മുടെ സെൻട്രൽ പാസ് എന്ന് പറയുന്ന പോലെ ഓരോ ഏരിയയ്ക്കും എനിക്ക് തോന്നുന്നു സെൻട്രൽ പിശാച് കാണും, പിന്നെ ലോക്കൽ പിശാച് കാണും. ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ചിന്ത വരുന്നത്. അപ്പം കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് ഓർഡർ കൊടുക്കും, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോണം. അപ്പൊ ഒരു സഭ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ സഭയെ നോട്ടമിടാനായിട്ട് പിശാചുക്കൾ അവിടെ ഉണ്ടെന്ന് ഓർത്തോണം കേട്ടോ. ചെറിയ കാര്യമൊന്നുമല്ല. ഒരിക്കൽ ഒരു സഭയിൽ കമ്മിറ്റി നടന്നുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ മൂത്ത പിശാച് താഴെയുള്ള ഒരു പിശാചിനെ പറഞ്ഞു വിട്ടു, നീ അത് പോയി നോക്കിയിട്ട് വരണം. അവൻ നോക്കിയിട്ട് കമ്മിറ്റി തീരാനൊന്നും അവൻ നിന്നില്ല. അവൻ പെട്ടെന്ന് തിരിച്ചു ചെന്നു. അപ്പം വലിയ പിശാച് ചോദിച്ചു, നീ എന്നെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്, കമ്മിറ്റി കഴിഞ്ഞു. അപ്പൊ ആ പിശാച് പറഞ്ഞു, അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, സെക്രട്ടറി നമ്മുടെ ആളാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം ഭരണമുണ്ട്, രാജ്യമുണ്ട്, അതെല്ലാം നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളെ ഓർപ്പിക്കുക. ഈ അറിവെല്ലാം ദൈവമക്കളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കേട്ടോ. പിശാചുക്കളെല്ലാം മിക്കവാറും നമ്മുടെ ചുറ്റും ഈ ചർച്ചിന്റെ വെളിയിലൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പൊ ചിലര് കൈയടിക്കാതെയും പാടാതെയും ഒക്കെ ഇരിക്കുമ്പോൾ അവൻ വെളിയിൽ നിന്ന് സന്തോഷിക്കുക, ആ കണ്ടോ അവരാരാധിക്കുന്നില്ല, സാക്ഷി പറയുന്നില്ല, അവൻ സന്തോഷിക്കുക. ഇനി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, സാത്താനും ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. കർത്താവിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജാവിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ ഓർപ്പിച്ചു. അടുത്തതായിട്ട് സാത്താന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ അവന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? മനുഷ്യന്റെ ഭക്തി പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. സാത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും അവനോട് ഭക്തി കാണിക്കണമെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ഉദ്ദേശം സാത്താൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരും സാത്താനെ ആരാധിക്കണം. അതാ സാത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം. എല്ലാവരും സാത്താനെ ആരാധിക്കണം. അതല്ലേ നമ്മുടെ കർത്താവിനെ ഉയർന്ന ഒരു മലയിൽ കൊണ്ട് നിർത്തിയിട്ട് സാത്താൻ പറഞ്ഞില്ലേ, ദേ ഈ കാണുന്ന രാജ്യങ്ങൾക്ക് ഇതെല്ലാം എന്റെ വകയാ, പക്ഷേ നീ എന്നെ ഒന്ന് വണങ്ങിയാ മതിയെന്നേ, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. സകലത്തെയും സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവിനോട് സാത്താൻ പറഞ്ഞപ്പോ കർത്താവ് വഴക്കുണ്ടാക്കാൻ പോയോ? നിന്നോട് ആര് പറഞ്ഞു നിന്റേതാണ് എന്നെല്ലാം പറയാൻ പോയോ? കർത്താവ് ഒന്നും പറയാൻ പോയില്ല. കാരണം ആദാമിനെല്ലാം അധികാരവും കൊടുത്തിരുന്നുവെങ്കിലും പാപമുഖാന്തരമായിട്ട് അവൻ നഷ്ടപ്പെടുത്തിയതിനാൽ അതെല്ലാം സാത്താന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ കർത്താവിനോട് അങ്ങനെ പറയാനിടയായത്. അപ്പൊ സാത്താൻ ആഗ്രഹിക്കുന്നതായ ഒരു ഉദ്ദേശമാണ് എല്ലാവരും അവനെ എന്ത് ചെയ്യണം? ആരാധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാത്രി നാം ഒരു കാര്യം ഗ്രഹിക്കണം. നാം സത്യദൈവത്തെ ആരാധിപ്പാനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലായി
അന്യാരാധനകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരു കല്ല് ഒരു സ്ഥലത്ത് നാട്ടിയിട്ട് അതിനെ മനുഷ്യൻ പൂജിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങിയാൽ അതിന്റെ പുറകിൽ ആ ആരാധന സ്വീകരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം, അത് പിശാച. അങ്ങനെ അന്യ ആരാധനകൾ നിറഞ്ഞിരിക്കുന്നതായ ലോകത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം, ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. എത്ര ശ്രേഷ്ഠരായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ദൈവം നമ്മെയാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ, ദേശത്ത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നെങ്കിൽ, നമ്മുടെ സഭയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യ ദൈവത്തെ ആരാധിപ്പാനാണ് നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന കാര്യം ആരും മറന്നു പോകരുത്. സാത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, അവന്റെ ഉദ്ദേശം എന്താ ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് ദൈവജനത്തെ അകറ്റുക എന്നുള്ളത് സാത്താന്റെ ഒരു ഉദ്ദേശമാണ് കേട്ടോ. പരമാർത്ഥതയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നവരെ ഏതെങ്കിലും നിലകളിൽ അവരെ അകറ്റി പിന്മാറ്റത്തിൽ കൊണ്ടുപോകണമെന്നുള്ളത് സാത്താന്റെ ഒരു ലക്ഷ്യമാകട്ടോ. അതെല്ലാം നമ്മൾ ഗ്രഹിച്ചിരിക്കണം. മാത്രമല്ല, ഈ ദൈവത്തെ സേവിക്കുന്നതായ ദൈവമക്കൾക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന നന്മകളെല്ലാം മുടക്കിക്കളയുവാനാണ് സാത്താൻ പരിശ്രമിക്കുന്നത്. അത് അവന്റെ മറ്റൊരു ലക്ഷ്യമാണ്. അവനും ചില യുദ്ധമുറകളുണ്ട് കേട്ടോ. യുദ്ധമുറകൾ അവനും ഉണ്ട്. അവന്റെ യുദ്ധമുറകൾ എന്ന് പറയുന്നതെല്ലാം നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട കാര്യമാണ്. എനിക്കതെല്ലാം വിശദീകരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സമയം എൻ്റെ മുൻപിലില്ല. അവന്റെ യുദ്ധമുറകൾ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയുക. നമ്മൾ പറയുന്ന സാക്ഷിയുടെ കാര്യമല്ല പറഞ്ഞ കേട്ടോ. നമ്മുടെ സഭയിലും ദേശത്തും നമുക്കൊരു സാക്ഷ്യം ഉണ്ടെങ്കിൽ ആ സാക്ഷ്യം ഇല്ലാതാക്കുക എന്നുള്ളത് സാത്താന്റെ യുദ്ധമുറകളിൽ ഒന്നാണ്. നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കർത്താവിന്റെ സാക്ഷികളായി നിൽക്കാനാണ്. നല്ലൊരു സാക്ഷ്യം നമുക്ക് ആവശ്യമാണ്. ദേശത്തും സഭയിലും കുടുംബത്തിലും ഒരു സാക്ഷ്യം നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള സാക്ഷ്യത്തെ ഇല്ലാതാക്കി കളയുവാനാണ് സാത്താൻ പരിശ്രമിച്ച് അവനത് യുദ്ധമുറയായിട്ട് ഉപയോഗിക്കും. മറ്റൊന്ന്, നമുക്ക് എതിരായിട്ട് അവൻ കോട്ട കെട്ടിക്കളയും. കോട്ട കേട്ടോ, നമുക്ക് എതിരായിട്ട് സാത്താൻ കോട്ട ഉറപ്പിക്കും. അത് അവന്റെ യുദ്ധമുറകളിൽ ഒരു വലിയ യുദ്ധമുറയാണ്. നമ്മൾ ആ കോട്ടകളെ ഇടിച്ചു കളയണമെങ്കിൽ ആത്മീയ ആയുധങ്ങൾ നമ്മൾ ധരിച്ചു വേണം മുൻപോട്ട് നീങ്ങുവാൻ. അത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് സാത്താനെ ജയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവന്റെ യുദ്ധമുറകളിൽ മറ്റൊരു കാര്യമാണ്, പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ അവൻ തിരിക്കും. നമുക്കെതിരായി ഉയരുന്നതായ പ്രശ്നങ്ങളുണ്ടല്ലോ, കൊടുങ്കാറ്റുകളുണ്ടല്ലോ, നമുക്കെതിരായിട്ട് വരുന്നതായ പ്രതികൂലങ്ങളുണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കും. ശ്രദ്ധ തിരിച്ചുവിടും അവൻ. അതുകൊണ്ടാണ് പത്രോസ് കടലിൽ മുങ്ങിപ്പോകാനിടയായി. യേശുവിന്റെ മുഖത്ത് നോക്കി അവൻ പടകിൽ നിന്ന് ഇറങ്ങി കടലിലെ വെള്ളത്തിന്റെ മീതെ അവൻ നടന്ന് മുൻപോട്ട് നീങ്ങിയെങ്കിലും അവൻ തിരമാലയെയും കാറ്റിനെയും നോക്കിയത് മുഖാന്തരം അവൻ താണുപോയില്ലേ? യേശുവിന്റെ മുഖത്ത് നോക്കുന്ന വ്യക്തിയുടെ നോട്ടം അവൻ പ്രതികൂലങ്ങളിലേക്ക് തിരിക്കും. അത് സാത്താന്റെ യുദ്ധമുറയാ കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോടൊരു കാര്യം പറയാം. പ്രശ്നങ്ങളല്ല വലുത്, നമ്മുടെ കർത്താവ് അവൻ. പലപ്പോഴും നമ്മുടെ കർത്താവിനോട് അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയാറുള്ളത്, കർത്താവേ, എന്റെ പ്രശ്നങ്ങളെല്ലാം വലുതാകട്ടോ,
പക്ഷെ ഇന്ന് രാത്രി പ്രശ്നത്തെ നോക്കി വിളിച്ചു പറ, നിന്നേക്കാൾ വലിയവനായൊരു കർത്താവിന്റെ കൂടെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവര് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ജീവിതത്തിൽ അനുഭവിക്കാത്ത ചില പ്രശ്നങ്ങളിൽ കൂടി ചിലർ കടന്നു പോകുന്നുവെന്ന് ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മെ ബഹുമാനിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ഒരുപക്ഷെ നമ്മെ നിന്ദിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. നമ്മെ വളരെ ആദരിച്ച പ്രിയപ്പെട്ടവർ നമ്മെ വെറുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതൊരുപക്ഷെ നമ്മുടെ ബന്ധുക്കളാകാം, ചാർച്ചക്കാരാകാം, നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, നമ്മുടെ സഭയിലുള്ളവരാകാം, ആരുമാകട്ടെ. ഇന്ന് രാത്രി പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറ, കർത്താവ് വലിയവനായവൻ എന്നോട് കൂടെയുണ്ട്. കർത്താവിനെ രക്ഷിപ്പാൻ ശക്തനാണ്. കർത്താവിനെ വിടുവിപ്പാൻ മതിയായവനാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, നമ്മുടെ കർത്താവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ യുദ്ധമുറകളിൽ മറ്റൊരു വിഷയമാണ്, നമ്മൾ എപ്പോഴും കുറ്റക്കാരാണെന്ന് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളും കുറ്റങ്ങളും ഒക്കെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. കർത്താവിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും, ഇല്ലേ? എന്നാൽ നമ്മളെ ദൈവത്തോട് അടുക്കുവാൻ സമ്മതിക്കാതെ പിശാച് നമ്മളെ എപ്പോഴും ഹൃദയത്തിൽ കുറ്റപ്പെടുത്തും. നീ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കത്തില്ല കേട്ടോ, കാരണം നീ അത്ര കുറ്റം ചെയ്ത ഒരു വ്യക്തിയല്ലേ, നീ ആലയത്തിൽ പോയിട്ടൊന്നും കൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നേ, നീ സാക്ഷിയൊന്നും പറയണ്ട, നീ ഉപവസിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം സാത്താൻ നമ്മളെ കുറ്റക്കാരനെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിനൊന്നും നമ്മൾ വശംവദരായി തീരുവാനിടയാകരുത്. ഞാൻ വേഗം മുൻപോട്ട് പോകാം. സാത്താനെ കുറിച്ച് വീണ്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിവ്, സാത്താൻ തോറ്റ ശത്രുവാണ് എന്നുള്ളൊരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ഏറ്റവും വലിയൊരു അറിവാണ് കേട്ടോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ തോറ്റ ശത്രുവാണെന്നുള്ള ഒരു നല്ല അറിവ് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടായിരിക്കണം. ആരാ കർത്താവിനെ തോൽപ്പിച്ചത്? നമ്മുടെ ജയവീരനായ ക്രിസ്തു അല്ലേ? നമ്മുടെ കർത്താവ് കാൽവറിയിൽ വെച്ച് അവനെ തല തകർത്ത് അവനെ തോൽപ്പിച്ചു. അവൻ തോറ്റ ശത്രുവാണ്, അവൻ ജയിച്ച ശത്രു അല്ല, അവൻ തോറ്റ ശത്രുവാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ഓർപ്പിക്കട്ടെ, ജയിച്ചവനാണ് നമ്മുടെ കൂടെ, അവന്റെ കൂടെയാണ് നമ്മളായിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ശത്രുവിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ നേടിയവരായിരിക്കണം. എന്റെ സമയം തീരാൻ പോവുക. അടുത്തതായിട്ടുള്ള അറിവ് നമ്മെ കുറിച്ചുള്ള ഒരു അറിവാണ്. അതാ ഏറ്റവും വലിയ അറിവ് കേട്ടോ. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ് പലരും, അല്ലേ? അദ്ദേഹം ആരാണ്, അദ്ദേഹം എന്താണ്? പക്ഷേ നമ്മെ പറ്റിയുള്ള ഒരുപാട് അറിവുകൾ നമുക്കുണ്ടായിരിക്കണം. എല്ലാം പറയാൻ സമയമില്ലെങ്കിലും ഞാൻ ചിലത് മാത്രം പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് സമയത്തിന് മുമ്പേ അവസാനിപ്പിക്കണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മെ കുറിച്ചുള്ളതായ ഏറ്റവും വലിയ അറിവ് എന്തായിരിക്കണം? നമുക്കൊരു അധികാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതായ സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് ആ അധികാരത്തെ നമുക്ക് നൽകുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് ഓർക്കണം. നമ്മൾ പാപത്തിന്റെ മേലും പാപിയുടെ മേലും മനുഷ്യന്റെ മേലും രോഗത്തിന്റെ മേലും മരണത്തിന്റെ മേലും പ്രകൃതി ശക്തിയുടെ മേലും പിശാചിന്റെ മേലും ഒക്കെ നമ്മുടെ കർത്താവിന് അധികാരമുണ്ട് കേട്ടോ.
ആ അധികാരം പ്രാപിച്ചവനായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ അധികാരം നമ്മിലേക്ക് പകർന്നിട്ടുണ്ട്. നമ്മൾ അധികാരമുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതൊരു അധികാരമാണ് കേട്ടോ. നമുക്ക് ലഭിച്ച അധികാരം നമ്മൾ ദുർവിനിയോഗം ചെയ്യുവാനിടയാകരുത്. അതാണ് നമ്മെ സംബന്ധിക്കുന്ന അറിവിൽ ഒരു പ്രധാനപ്പെട്ട അറിവ്. അടുത്തതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതായ മറ്റൊരു കാര്യം, ദൈവരാജ്യത്തിൽ നമ്മൾ പങ്കാളികളാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവരാജ്യത്തിന്റെ പങ്കാളികളാണ് നമ്മൾ. കാരണം ഈ രാജ്യം, ഈ ലോകത്തിലെ രാജ്യം ഇളകിപ്പോകുന്ന രാജ്യമാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം നിങ്ങൾ വായിച്ചോണം. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇളകാത്ത രാജ്യത്തിന്റെ പങ്കാളികളാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. ഈ ലോകരാജ്യങ്ങൾ ഇളകിപ്പോകും. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അത് ഇളകിപ്പോകുന്ന രാജ്യമല്ല, അത് താൽക്കാലികമല്ല, അത് നിത്യമായ രാജ്യമാണ്. ആ രാജ്യത്തിന് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് കേട്ടോ. അതിനാ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അതിനാ നമ്മൾ സ്നാനപ്പെട്ടത്. ഈ വില കൊടുത്ത് കർത്താവിനെ ആരാധിക്കുന്നത് അതിനു വേണ്ടിയാ. ലോകത്തിലെ കഷ്ടങ്ങളും നിന്ദകളും എല്ലാം അനുഭവിക്കുന്നത് അതിനു വേണ്ടിയാ. നമ്മൾ ഇവിടെ ആരാധിക്കുന്നത് അവിടെ പോകാൻ വേണ്ടിയാ. അതുകൊണ്ട് ആ രാജ്യം, അതെ, അത് നിത്യരാജ്യമാണ്. അതിന്റെ പങ്കാളികളാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുക. ആ രാജ്യത്തിന്റെ പൗരത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം ഓർക്കണം, ഈ രാജ്യത്തിൽ നമ്മൾ പരദേശികളായി പാർക്കുകയാണ്. ആ രാജ്യത്തിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. എത്രയും വേഗത്തിൽ ആത്മനാഥൻ വരും കേട്ടോ. അവന്റെ കാഹളത്തിന്റെ ധ്വനി ആകാശമണ്ഡലത്തിൽ മുഴങ്ങുന്ന ശബ്ദം വിശ്വാസികളുടെ കാതിൽ കേൾക്കാൻ സമയമായി. ഇന്ന്